കല്ലാറിന്റെ ഓളപ്പരപ്പിലൂടെ കാനന ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു കുട്ടവഞ്ചി സവാരി. വഞ്ചിയിൽ കറങ്ങിക്കറങ്ങിയുള്ള യാത്ര ഒരേ സമയം ചിരിപ്പിക്കുന്നതും കൗതുകകരവുമാണ്. അടവി ഇക്കോ ടൂറിസത്തിലാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ കുട്ടവഞ്ചി സവാരി ആരംഭിച്ചത്. പത്തനംതിട്ട ടൗണിൽ നിന്ന് 23 കിലോമീറ്ററും കോന്നിയിൽ നിന്ന് 13 കിലോമീറ്ററുമാണ് ഇങ്ങോട്ടുള്ള ദൂരം. കോന്നി ഫോറസ്റ്റ് റേഞ്ചിന്റെ ഭാഗമാണ് അടവി ഇക്കോ ടൂറിസവും. മുള കൊണ്ടുള്ള പ്ലാറ്റ്ഫോമിൽ ചെരുപ്പ്, ഷൂ അഴിച്ചു വെച്ചിട്ട് വേണം കുട്ടവഞ്ചിയിൽ കയറാൻ. ലൈഫ് ജാക്കറ്റ് ഇട്ട് വേണം കുട്ടവഞ്ചിയിൽ കയറാൻ. ലോങ് റൈഡിന് 900 രൂപയും ഷോർട്ട് റൈഡിന് 600 രൂപയുമാണ് ഈടാക്കുന്നത്. ഹാഫ് ആൻ അവർ ആണ് റൈഡ് ഉള്ളത്. ഒരു കുട്ടവഞ്ചിയിൽ 4 അഡൽട്ട് പ്ലസ് 1 ചൈൽഡ് ആണ് അനുവദിക്കാറുള്ളത്. സാഹസികർക്കും ഫാമിലിയായി വരുന്നവർക്കും എല്ലാം ഏറെ ഇഷ്ടപ്പെടുന്നതാണ് ഈ കല്ലാറിൻ്റെ മുകളിലൂടെ ഈ കാനന ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള ഈ യാത്ര. രാവിലെ 8:30 മുതൽ വൈകിട്ട് 5:30 മണി വരെയാണ് കുട്ടവഞ്ചി സവാരി ഉള്ളത്. ഒഴുക്കിനെതിരായി തുഴഞ്ഞു വേണം കുട്ടവഞ്ചി പോകുവാനായി. അതുകൊണ്ട് തന്നെ കല്ലാറിൻ്റെ തീരത്തോട് ചേർന്നാണ് തുഴഞ്ഞു പോവാറുള്ളത്. ഇടയ്ക്ക് മരക്കൊമ്പിൽ പിടിച്ച് തുഴയുന്നവർ വിശ്രമിക്കുകയും ചെയ്യും. ഓരോ റൈഡ് പൂർത്തിയാകുമ്പോഴേക്കും കുട്ടവഞ്ചി ഒന്ന് വട്ടം ചുറ്റിക്കുന്നതുണ്ട്. അത് കാണാനും മനോഹരമാണ്. അതിലിരിക്കുന്നവർക്ക് ഏറെ ആസ്വദിക്കാനും കഴിയും. കല്ലാറിൻ്റെ അടിവശം മുഴുവൻ കല്ലാണ്. അങ്ങനെയാണ് കല്ലാർ എന്ന പേര് വന്നതായി പറയുന്നു. അച്ഛൻ കോവിലാറിൻ്റെ പോഷക നദിയാണിത്. നഗരത്തിരക്കുകളിൽ നിന്ന് മാറി കാനന ഭംഗി ആസ്വദിക്കാനും കുട്ടവഞ്ചി സവാരി ചെയ്യാനുമായി ധാരാളം ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്.